ഇന്ന് നമുക്ക് നമ്മുടെ കുറ്റിക്കുരുമുളകിന്റെ നഴ്സറി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ നഴ്സറിയിൽ നമ്മൾ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കണ തൈകൾ മാത്രമേ നമ്മൾ ഈ നഴ്സറിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ പുറത്ത് വിൽക്കുന്നതും അത് മാത്രമാണ്. പിന്നെ നമുക്ക് കുറ്റിക്കുരുമുളകും ഉണ്ട്, അതുപോലെ നമ്മൾ ഈ പൈപ്പിലൊക്കെ കയറ്റി വിടുന്ന കേറുതലയും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൈരളി ഉണ്ട്, നീലമുണ്ടി ഉണ്ട്, പിന്നെ കുതിരവാലി, തെക്കൻ 2, തെക്കൻ 1, അതുപോലെ പന്നിയൂർ 1, 5, 9, 10, അറക്കുളം മുണ്ടി, പിന്നെ നീലമുണ്ടി, പിന്നെ കുമ്പുങ്കല്, അങ്ങനെ ഒരു 22 സരസ്, അതുപോലെ നമ്മുടെ വിജയ്, അങ്ങനെ ഒരു 22 ഇനത്തിൽപ്പെട്ട കുറ്റിക്കുരുമുളകാണ് നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് 3 മാസം പ്രായമായിട്ടുള്ള തൈകളാണ്. അപ്പോൾ ഈ കാണുന്ന തൈകളൊക്കെയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. ആവശ്യക്കാർക്ക് നമ്മൾ കൊറിയർ ചെയ്തും കൊടുക്കും, നമ്മുടെ ഇവിടെ വന്ന് കളക്റ്റും ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ വണ്ണപ്പുറത്താണ്. ഇവിടെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ തിപ്പലി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിപ്പലി ആവശ്യമുള്ളവർക്ക് നമ്മൾ തിപ്പലിയുടെ കമ്പും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതെല്ലാം നമ്മൾ തിപ്പലി ഇപ്പം ആ സൈഡിൽ കാണുന്നതെല്ലാം നമ്മൾ കൂട് നിറച്ച് വെച്ചേക്കണം കേട്ടോ, തിപ്പലി കൊണ്ടുപോയി കുത്താൻ വേണ്ടി. അതുപോലെ ഇതെല്ലാം ഇപ്പം ഏകദേശം കിളുത്ത് വന്ന തിപ്പലികളാണ് ഈ കാണുന്നതിൻ്റെ ബാക്കിൽ കാണുന്നത്. പിന്നെ ഈ കാണുന്നതെല്ലാം അത്യാവശ്യം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പാകമായിട്ടുള്ള തിപ്പലികളാണ്. ഇതുണ്ട്, ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാൻ പാകമായിട്ട് നിൽക്കുന്ന തിപ്പലികളാണ് ഇതെല്ലാം. അപ്പോൾ തിപ്പലി ആവശ്യമുള്ളവരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കമ്പ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇത് നമ്മൾ ഇന്നലെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈകളാട്ടോ. ഇതിപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ആയിരിക്കുള്ളൂ. ഇത് നമ്മളൊരു 3 മാസം ആയി കഴിഞ്ഞ് ഇതിൻ്റെ ഗ്രാഫ്റ്റിലൊക്കെ എല്ലാം കറക്റ്റായിട്ട് പിടിച്ചു, കേടൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് നിങ്ങൾക്ക് തരുകയുള്ളൂ. ഇത് കണ്ടോ, ഇത് ഇന്നലെ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന നീലമുണ്ടി ഇനത്തിൽപ്പെട്ട കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ്. ഇതും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഏകദേശം ഗ്രാഫ്റ്റ് ഒക്കെ പിടിച്ച് ഇലയൊക്കെ ഉണ്ടായി വന്ന് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ഈ ചട്ടിയിൽ നിറച്ച് വെച്ചേക്കണതും നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും. പക്ഷെ നമുക്കിത് കൊറിയർ ചെയ്യാൻ ഇപ്പോൾ പോസിബിൾ അല്ല, കാരണം ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റത്തില്ല. ഇനി ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും. ഇതും നമ്മളിങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ നിറച്ച് ആട്ടിൻ ചാണകമൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചേക്കാണ് ഇത് വാങ്ങാൻ വേണ്ടി. ഇത് കണ്ടോ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത്. എല്ലാത്തിലും ആട്ടിൻ ചാണകമൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചേക്കുവാണ്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ ചെടിയിലൊക്കെ ഉള്ള ഇതിൻ്റെ കായൊക്കെ നമ്മൾ പറിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ നിങ്ങൾക്കിപ്പോൾ കായൊന്നും കാണാൻ കഴിയാത്തത്. എല്ലാം നമ്മൾ പറിച്ചെടുത്തായിരുന്നു. ഇതുണ്ട്, ഈ തൈകളെല്ലാം നമ്മൾ ഗ്രാഫ്റ്റൊക്കെ അയച്ചു വിട്ടിട്ട് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പൈപ്പ് സപ്പോർട്ട് ചെയ്തേക്കണ തൈകളാണ്. പൈപ്പ് സപ്പോർട്ട് ചെയ്തിട്ട് പൈപ്പ് ഇതിൻ്റെ സൈഡിൽ കുഴിച്ചിട്ടിട്ട് നമ്മളൊരു വള്ളിയും കൊണ്ട് ഇത് കെട്ടി വെച്ചേക്കണം കേട്ടോ. ഇങ്ങനെ കെട്ടിയാൽ മാത്രമേ ഇങ്ങനെ ഫുള്ളായിട്ട് ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തൈകൾ മേടിക്കുന്നവരാണെങ്കിലും കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി പൈപ്പ് സപ്പോർട്ട് നൽകേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്.